രസം വെക്കാനേ ഇനി രസപ്പൊടി വേണമെന്നില്ല കേട്ടോ. നമുക്ക് രസപ്പൊടി ഇല്ലാതെ തന്നെ നമുക്ക് രസം വെക്കാം. ഞാൻ പറഞ്ഞുതരാം. ആദ്യം എണ്ണയിൽ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില നല്ല വെക്കണം. എന്നിട്ട് അതിൽ തന്നെ കുഞ്ഞുള്ളി, പച്ചമുളക്, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കൂടെ നല്ല മിക്സ് ആക്കണം കേട്ടോ. മിക്സിയിലിടാം, ഇടികല്ലിടാം കേട്ടോ. എന്നിട്ട് ഈ എണ്ണയിൽ ഇതൊക്കെ ഇടണം. ഇട്ടതൊരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ വശക്കണം. വശക്കിയിട്ട് തക്കാളിയും പച്ചമുളക് തന്നെ ഇടണം കേട്ടോ. ഇത് നല്ല ഇട്ട് നല്ല വശക്കണം. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് രൂപം പോലെ ആവും. അതിനോടൊപ്പം തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും വശക്കണം. വശക്കിയ ശേഷം ഒരു 5 മിനിറ്റ് ഇരുന്ന ശേഷം പുളിവെള്ളം ഉണ്ടല്ലോ, കട്ടി പുളിവെള്ളം ഒഴിച്ച് അത് ഏകദേശം ഇങ്ങനെ തിളയ്ക്കാറാവുമ്പോഴത്തേക്കും പിന്നെ അടുത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് ഉപ്പിടണം. ഉപ്പിട്ട് നല്ല തിളയ്ക്കുന്ന സമയം നമുക്ക് ഉലുവപ്പൊടിയും കായും കൂടെ ഇടാം കേട്ടോ. എന്നിട്ട് മല്ലിയിലയും കൂടെ ഇടണം. മല്ലിയില ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് ഈ രസം കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ചോറിനോട് പിന്നെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.